ഇതാണ് നമ്മളുടെ ഇ സി ജി എന്ന് പറയുന്നത്. ഇ സി ജിയിൽ ഫസ്റ്റ് കാണുന്ന ഈ വേവാണ് പി വേവ് എന്ന് പറയുന്നത്. അതായത് ഇ സി ജിയിലെ ഫസ്റ്റ് വേവ് പി വേവ്. പി വേവ് റെപ്രസെന്റ് ചെയ്യുന്നത് ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ്, വിച്ച് മീൻസ് ഏട്രിയൽ കോൺട്രാക്ഷൻ. ആ സമയത്താണ് ഈ ഒരു പി വേവ് ഇവിടെ ഉണ്ടാകുന്നത്. പി വേവ് എപ്പോഴും അപ്രൈറ്റ് ആയിരിക്കും, അതായത് മുകളിലോട്ടായിരിക്കും. അതേപോലെ തന്നെ ഇത് ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും. ഇതൊരു 0.012 സെക്കൻഡ് ലെസ് ദാൻ അത്രേ ഉണ്ടാവുള്ളൂ. അതായത് 3 സ്ക്വയറിൻ്റെ ഉള്ളിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ് പി വേവ് എന്ന് പറയുന്നത്. പി വേവിൻ്റെ മുമ്പിൽ QRS കോംപ്ലക്സ് ഉണ്ടായിരിക്കുന്നതാണ് നോർമൽ കേസസിൽ. പി വേവ് ഹാസ് എനി abnormality it will show atrial pathology. There are 2 types of abnormality in P wave. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നമുക്ക് പി പൾമോണലെയാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അത് നമ്മൾ പറയാൻ പോകുന്നത് പി പൾമോണലെയാണ്. ഇതിൽ പി വേവിൻ്റെ ഹൈറ്റ് കൂടുതലായിരിക്കും, അതായത് ടാൾ പി. ഇത് റൈറ്റ് ഏട്രിയൽ എലാർജ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതായത് ഇൻ കേസ് പൾമണറി ആർട്ടറി ഡിസീസ് ഉള്ള കേസിൽ, മീൻസ് വാൽവുനാരയും പൾമണറി സ്റ്റിനോസിസ് ഉള്ള കേസിൽ റൈറ്റ് ഹാർട്ടിലെ റൈറ്റ് സൈഡിലെ പ്രഷർ കൂടുമ്പോൾ ആ റൈറ്റ് സൈഡ് ഏട്രിയത്തിൽ ചേഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം റിഫ്ലക്റ്റ് ചെയ്യുന്നത് പി വേവിലായിരിക്കും. അതാണ് പി പൾമോണലെ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പി മൈട്രലെ എന്ന് പറയുന്നത് പി മൈട്രലെ കേസാണ്. അതായത് ലെഫ്റ്റ് ഏട്രിയൽ എൻലാർജ്മെന്റ്. ഈ കേസിൽ നോച്ച്ഡ് ആയിട്ടുള്ളതും ബ്രോഡ് ആയിട്ടുള്ള ഒരു പി വേവിനെ നമുക്ക് കാണാൻ പറ്റും. മോസ്റ്റ്ലി ഈ കേസസ് കാണാറ് മൈട്രൽ വാൽവ് സ്റ്റെനോസിസ് ഒക്കെയുള്ള കേസുകളിലാണ് കാണാറ്. ആ കേസിൽ പി വേവ് ഇങ്ങനെയായിരിക്കും ഇരിക്കും. നോർമലി അത് റൗണ്ട് ആയിരിക്കും, മുകളിലോട്ടായിരിക്കും, റൗണ്ട് ഷേപ്പിലായിരിക്കും. 0.012 സെക്കൻഡേ ഉണ്ടാവുള്ളൂ. ബട്ട് ഇത് ഈ ഒരു കേസിൽ ബ്രോഡായിരിക്കും, നോച്ചായിട്ട് കാണാൻ പറ്റും. ലെഫ്റ്റ് ഏട്രിയൽ എൻലാർജ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യും.